മലയാളത്തിൽ നിന്നും അന്യഭാഷയിലെത്തി വിജയം കൈവരിച്ച ഒരുപിടി സംവിധായകർ നമ്മുടെ മലയാള സിനിമയിലുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട സംവിധായകനാണ് നമ്മൾ വിട്ടുപോയ ശ്രീ സിദ്ദിഖ്. സിദ്ദിഖ് എന്ന സംവിധായകനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ലാൽ എന്ന് പറഞ്ഞ വ്യക്തിയെ മറക്കാൻ പറ്റില്ല. സിദ്ദിഖും ലാലും കൂടി തൊട്ടതെല്ലാം പൊന്നാക്കിയിട്ടുള്ളവരാണ്. റാംജി റാവു സ്പീക്കിംഗ് മുതൽ കാബൂളിവാല വരെ അവരൊരുമിച്ച് 5ഓളം സിനിമകൾ സംവിധാനം ചെയ്തു. എല്ലാം സൂപ്പർ ഡൂപ്പർ ഹിറ്റുകളായിരുന്നു. ഇതിനുശേഷം മാനാർ മത്തായി എന്നൊരു സിനിമയിലൂടെ അവർ അവസാനമായിട്ട് ഒന്നിച്ചു. അതിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണം ഒരുക്കി സംവിധാനം അതിൻ്റെ നിർമ്മാതാവ് കൂടിയ മാണി സി കാപ്പൻ്റെ പേരിലാണ് വന്നത്. ഇതിനുശേഷമാണ് അവർ സ്പ്ലിറ്റ് ആയതും പിന്നീട് സിദ്ദിഖ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിനിമകൾ ചെയ്യാൻ തുടങ്ങിയത്. 1996 ആദ്യമായിട്ട് സിദ്ദിഖ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്ത സിനിമ ഹിറ്റ്ലർ. അത് കഴിഞ്ഞ് 99 ഫ്രണ്ട്സ് എന്ന സിനിമ സിദ്ദിഖ് സംവിധാനം ചെയ്തു. അതിലും ലാൽ നിർമ്മാണ പങ്കാളിയായിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഫ്രണ്ട്സ് എന്ന സിനിമയുടെ തമിഴ് റീമേക്കിലൂടെയാണ് സിദ്ദിഖ് അന്യഭാഷയിലോട്ട് പോകുന്നത്. സിദ്ദിഖും വളരെ സെലക്റ്റീവായിട്ട് മാത്രം വളരെ കുറച്ച് സിനിമകൾ മാത്രം ചെയ്യുന്ന ഒരു സംവിധായകനാണ്. ഒരിക്കൽ ലാല് വരെ ഒരിക്കൽ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. സിദ്ദിഖിന് വേണമെങ്കിൽ ഓടി നടന്ന് അഡ്വാൻസ് മേടിക്കും. അഡ്വാൻസ് മാത്രം സിദ്ദിഖിൻ്റെ ഇങ്ങോട്ട് വന്ന അഡ്വാൻസ് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഓഫറുകൾ ഉണ്ടായിരുന്നെങ്കിൽ സിദ്ദിഖ് ലൈഫ് സെറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ സിദ്ദിഖ് അതൊന്നും ചെയ്തില്ല എന്നൊക്കെ ഈ ഒരു ബോഡി ഗാർഡിൻ്റെ ഒരു സമയത്ത് എപ്പോഴുമാണ് ലാൽ അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുള്ളത്. എന്തായാലും ഫ്രണ്ട്സ് എന്നൊരു സിനിമയാണ് 2001 പൊങ്കലിലാണ് ആ ഫ്രണ്ട്സ് റിലീസാവുന്നത്. അതിൽ ജയറാമിൻ്റെ വേഷത്തിൽ വിജയും പിന്നെ മുകേഷിൻ്റെ വേഷത്തിൽ സൂര്യയ്ക്കാണ് അഭിനയിക്കുന്നത്. സൂര്യയ്ക്കും അതൊരു വലിയൊരു ബ്രേക്ക് കിട്ടിയ ഒരു സിനിമയായിരുന്നു. നായകൻ എന്ന രീതിയിൽ അതിനുശേഷമാണ് സൂര്യയ്ക്ക് കുറേ സിനിമകളൊക്കെ ലഭിക്കാൻ തുടങ്ങിയത്. എന്തായാലും 2001 സിദ്ദിഖ് തമിഴിലേക്ക് ചേക്കേറുന്നത്. അതിനുശേഷം തെലുങ്കിലും ചെയ്തിട്ടുണ്ട് തോന്നുന്നത്. തെലുങ്കിലൊക്കെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് 95 ആ ഒരു കാലഘട്ടത്തിൽ സിദ്ദിഖിന് തമിഴിലൊരു സിനിമ ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കാബൂളിവാലയുടെ റീമേക്കായിരുന്നു. 94 വിഷുവിന് റിലീസായ സൂപ്പർ ഹിറ്റ് സിനിമയാണ് കാബൂളിവാല. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സിദ്ദിഖും ലാലും അവസാനമായിട്ട് അവർ ഒരുമിച്ച് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. അന്ന് ഒരു സിനിമ തമിഴിൽ നിർമ്മിക്കാമെന്നേറ്റുന്നത് ഹിന്ദിയിൽ ഉൾപ്പെടെ സിനിമകൾ എടുത്തിട്ടുള്ള ഗുഡ് നൈറ്റ് മോഹനാണ്. നമ്മുടെ മലയാളിയായ ഗുഡ് നൈറ്റ് ഫിലിംസിനുടമ ഗുഡ് നൈറ്റ് മോഹൻ. അന്ന് അദ്ദേഹത്തിൻ്റെ ചെന്നൈ ഓഫീസാണ് ഇതിൻ്റെ തമിഴ് പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്തിരുന്നത്. സിദ്ദിഖിൻ്റെ അടുത്ത് പറഞ്ഞു. സിദ്ദിഖ് അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കും കാര്യങ്ങളിലൊക്കെ ആയിട്ടിരിക്കുന്നു. അന്ന് ഇതിൽ കടലാസ് കന്നാസ് എന്ന് പറയുന്ന ഇന്നസെൻറ്റും ജഗദീഷ് ശ്രീകുമാറും ചെയ്ത വേഷത്തിനായിട്ട് അന്ന് അവർ പ്ലാൻ ചെയ്തത് അന്നത്തെ ഒരു ഹിറ്റ് കോംബോ ആയ പ്രഭുദേവ വടിവേലു. കാതൽ എന്ന സിനിമയിലൂടെ സൂപ്പർ ഹിറ്റ് കോംബോ ആയിട്ട് അവരിങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. പ്രഭുദേവയ്ക്കും താരമൂല്യമുണ്ട്, വടിവേലുവിനും താരമൂല്യമുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരെയും ഒരുമിച്ച് അഭിനയിപ്പിക്കണം. അവരുടെ ഡേറ്റ്സ് എല്ലാം വാങ്ങുന്നു, അവരുടെ കഥയൊക്കെ പറയുന്നു, അവരെല്ലാം ഓക്കെ ആയിരുന്നു. പിന്നെ അതിൽ നായിക വേഷം, ശരിക്കും ഇവർ രണ്ടുപേരും തന്നെയാണ് നായകന്മാർ. എങ്കിലും അതിൽ നായികയുള്ള റൊമാൻസൊക്കെ ഉള്ള നായിക വേഷം മുന്ന എന്ന കഥാപാത്രം, വിനീത് ചെയ്ത കഥാപാത്രം, ആ ഒരു വേഷത്തിലേക്ക് അന്ന് നായക നിരയിലേക്ക് ഉയർന്നു വന്നിരുന്ന അജിത്തിനെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അജിത്തിൻ്റെ അടുത്തും കഥ പറയുന്നു, എല്ലാം ഓക്കെ ആവുന്നു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് എൻ്റെ സംവിധായകൻ സിദ്ദിഖ് ഒരിക്കൽ പറഞ്ഞത്, ചെന്നൈ ഓഫീസിലിരിക്കുന്ന ഗുഡ് നൈറ്റ് മോഹൻ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ സ്റ്റാഫിൻ്റെ അവരുടെ ചില അനാസ്ഥയോ അല്ലെങ്കിൽ അവരുടെ ഉഴപ്പിലോ കൊണ്ടൊക്കെ സംഭവിച്ചതാണ് എന്നുള്ള രീതിയിലാണ് അന്ന് സിദ്ദിഖ് തന്നെ ഒരിക്കൽ പറഞ്ഞത്. എന്തായാലും അന്ന് ആ പ്രൊജക്റ്റ് നടന്നില്ല. അതിനുവേണ്ടി കുറച്ച് മാസങ്ങളൊക്കെ സിദ്ദിഖ് സ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും നടക്കാതെ പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ സിദ്ദിഖ് മറ്റ് സിനിമകളുടെ കാര്യങ്ങളിലോട്ടൊക്കെ പോയി ഹിറ്റ്ലറിൻ്റെ തിരക്കുകളിലോട്ടൊക്കെ മാറി. പക്ഷെ അന്ന് ആ ഒരു സിനിമ സംഭവിച്ചിരുന്നെങ്കിൽ സിദ്ദിഖിന് തമിഴിൽ ഒരു സ്ഥാനം, ആ സിനിമ അന്ന് സൂപ്പർ ഹിറ്റ് ആയിരുന്നെങ്കിൽ, സൂപ്പർ ഹിറ്റ് ആവേണ്ട ഒരു കഥ തന്നെയാണത്. കാരണം അതിൽ പാട്ടുകളുണ്ട്, റൊമാൻസ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്ന് ആ സിനിമ ചെയ്ത സൂപ്പർ ഹിറ്റ് ആയിരുന്നെങ്കിൽ സിദ്ദിഖിന് അന്ന് തന്നെ തമിഴിൽ ഒരു സ്ഥാനം നേടിയതിനെ. ചിലപ്പോൾ തമിഴിൽ അതിനു ശേഷവും ഒരു രജനീകാന്ത് കമൽഹാസൻ സിനിമയൊക്കെ സംഭവിക്കുമായിരുന്നോ എന്നറിയില്ല. എങ്കിൽ പോലും സിദ്ദിഖിന് കുറച്ച് മുമ്പേ തമിഴിൽ സിനിമകൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ അജിത്ത്, ഇപ്പോൾ വിജയ് എന്ന നടന് അതിനുശേഷം ഫ്രണ്ട്സ്, മലയാളത്തിൻ്റെ റീമേക്കായ ഫ്രണ്ട്സ് വിജയ്ക്ക് ഗുണം ചെയ്തിരുന്നു. അതിനു മുമ്പ് അനീതി പ്രാവിൻ്റെ റീമേക്കിലൂടെയാണ് വിജയ് ഒരു കോടികൾ പ്രതിഫലം വാങ്ങുന്ന ഒരു നടനായിട്ടൊക്കെ അന്ന് തമിഴിൽ മാറിയത്. പിന്നീട് ബോഡി ഗാർഡ് എന്ന സിനിമയുടെ റീമേക്ക് വിജയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിജയ് കുറേ മലയാളം റീമേക്കുകൾ ചെയ്ത് വിജയ് കുറേ ഹിറ്റുകൾ അടിച്ചിട്ടുണ്ട്. അജിത്ത് എനിക്ക് തോന്നുന്നു കിരീടം എന്നൊരു സിനിമയുടെ റീമേക്ക് മാത്രം, കിരീടം 89 ഇവിടെ ഇറങ്ങിയത്, 2007 കിരീടത്തിൻ്റെ റീമേക്ക് അജിത്ത് അവിടെ ചെയ്തത്, AL വിജയ് സംവിധാനം ചെയ്തത്. പക്ഷെ അതത്ര വലിയൊരു
വിജയമൊന്നും അല്ലായിരുന്നു. ഒരുപക്ഷെ കാബൂളിവാല റീമേക്ക് ചെയ്തിരുന്നെങ്കിൽ അന്നേ അജിത്തിന് ഒരു മലയാളം സിനിമയുടെ റീമേക്കിലൂടെ ഒരു സൂപ്പർ ഹിറ്റ് ലഭിക്കുമായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അന്ന് കാബൂളിവാല റീമേക്ക് ചെയ്തിരുന്നെങ്കിൽ ഹിറ്റാവുമായിരുന്നോ? അജിത്ത് ഗംഭീരമാക്കുമായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.